യോ ഗൈസ് വാട്സാപ്പ് നമ്മളൊക്കെ ആദ്യമായി ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തപ്പോൾ കളിച്ച ഗെയിംസ് ഓർക്കുന്നുണ്ടോ? സ്കൂൾ ഇൻ്റർവെല്ലിൽ, ബസ് യാത്രയിൽ, നൈറ്റിൽ സീക്രട്ടായി ഫോൺ യൂസ് ചെയ്തൊക്കെ കളിച്ച ഗെയിംസ്. ടെമ്പിൾ റൺ, സബ്വേ സർഫേഴ്സ്, ഫ്രൂട്ട് നിഞ്ച, ആ ഗോൾഡൻ ഡേയ്സ് തന്നെയാണ് ഇന്ന് നമ്മൾ റീവിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ടോപ്പ് നൊസ്റ്റാൾജിയ ആൻഡ്രോയിഡ് ഗെയിംസ് ഇൻ 2026 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നും കളിച്ചാൽ സെയിം ഫീൽ തരുന്ന ഗെയിംസ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക, കാരണം ലാസ്റ്റ് ഗെയിം 100% സർപ്രൈസ് ആയിരിക്കും. ഗെയിം നമ്പർ 1, സബ്വേ സർഫേഴ്സ്. ലിസ്റ്റ് തുടങ്ങുന്നത് ലെജൻഡ് ഗെയിമിൽ നിന്ന് തന്നെയാണ്. സബ്വേ സർഫേഴ്സ്. ട്രെയിൻ ട്രാക്കിൽ റണ്ണ് ചെയ്യണം, കോയിൻസ് കളക്ട് ചെയ്യണം, ഇൻസ്പെക്ടറിനെ അവോയ്ഡ് ചെയ്യണം. സിമ്പിൾ സ്വൈപ്പ് കൺട്രോൾസ് ആണ്, ഫാസ്റ്റ് ഗെയിം പ്ലേ. ഈവൻ 2026 പോലും ഈ ഗെയിമിന് അപ്ഡേറ്റുകൾ ലഭിക്കുന്നുണ്ട്. ഇത് കാഷ്വൽ ഗെയിമിങ്ങിൻ്റെ കിങ് ആയിരുന്നു. 2 മിനിറ്റ് ടൈം പാസ് ആണെങ്കിലും 2 മണിക്കൂറായി മാറും. ഗെയിം നമ്പർ 2, ടെമ്പിൾ റൺ. നെക്സ്റ്റ്, ടെമ്പിൾ റൺ. പണ്ട് കസിൻസിനോടൊപ്പം നീ തോറ്റാൽ അടുത്തത് ഞാൻ എന്ന് പറഞ്ഞ് കളിച്ച ഒരു ഗെയിമാണ് ടെമ്പിൾ റൺ. ആൻഷ്യൻ ടെമ്പിളിൽ നിന്ന് ഐഡൽ എടുത്ത് എസ്കേപ്പ് ചെയ്യണം. പിന്നെ മങ്കി ചേസ്. എൻലെസ് റണ്ണർ കോൺസെപ്റ്റിൽ പോപ്പുലർ ആക്കിയത് ഈ ഗെയിമാണ്. സ്വൈപ്പ് ലെഫ്റ്റ്, റൈറ്റ്, ജമ്പ്, സ്ലൈഡ്, ഇതൊക്കെയാണ് ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ കൺട്രോൾസ്. ഇത് ലിറ്ററലി എവറി ആൻഡ്രോയിഡ് യൂസറിൻ്റെ ഫസ്റ്റ് അഡിക്ഷൻ ആയിരുന്നു. ഗെയിം നമ്പർ 3, ടെമ്പിൾ റൺ 2. ടെമ്പിൾ റൺ സക്സസ് ആയതിനു ശേഷം വന്ന സീക്വലാണ് ടെമ്പിൾ റൺ 2. ബെറ്റർ ഗ്രാഫിക്സ്, ന്യൂ മാപ്സ് ആൻഡ് മോർ ആക്ഷൻ. സ്റ്റിൽ സ്മൂത്ത് ഗെയിം പ്ലേ. ഗെയിം നമ്പർ 4, ഫ്രൂട്ട് നിഞ്ച. നെക്സ്റ്റ് ഐക്കോണിക് ഗെയിം, ഫ്രൂട്ട് നിഞ്ച. സ്ക്രീൻ സ്വൈപ്പ് ചെയ്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം. ബോംബ് ടച്ച് ചെയ്താൽ ഗെയിം ഓവർ. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ബട്ട് സൂപ്പർ അഡിക്റ്റീവ് ആയിരുന്നു. 1 ബില്യൺ ഡൗൺലോഡ്സ് വരെ എത്തിയ ഗെയിമാണിത്. ഓൾഡ് ഫോൺസിൽ ഓൾമോസ്റ്റ് എല്ലാവരും കളിച്ചിരിക്കുന്ന ഗെയിമാണ് ഫ്രൂട്ട് നിഞ്ച. ഗെയിം നമ്പർ 5, ജെറ്റ് പാക്ക് ജോയ് റൈഡ്. നെക്സ്റ്റ് നൊസ്റ്റാൾജിയ ഹിറ്റ്, ജെറ്റ് പാക്ക് ജോയ് റൈഡ്. ബാരി എന്ന ക്യാരക്ടർ ജെറ്റ് പാക്ക് ഉപയോഗിച്ച് ലാബിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം. 1 ടച്ച് കൺട്രോൾസ് ആണ് ആൻഡ് റാൻഡം ഒബ്സ്റ്റക്കിൾസ് ആണ്. ഹൈലി അഡിക്റ്റീവ് ഗെയിമാണ്. ക്രിട്ടിക്സ് പോലും പറഞ്ഞത് മസ്റ്റ് പ്ലേ ഗെയിം എന്നാണ്. ഈ ഗെയിം ലിറ്ററലി ജസ്റ്റ് 1 മോർ ട്രൈ എന്ന ഫീലിംഗ് തരുന്ന ഗെയിമാണ്. ഗെയിം 6, ഹിൽ ക്ലൈംബ് റേസിംഗ്. ഈ ഒരു ഗെയിം കളിക്കാത്തവരായി എന്തായാലും ഒരു ആണുങ്ങളും ഉണ്ടാകില്ല, കാരണം ഇതൊരു ഡ്രൈവിംഗ് ഗെയിമാണ് ആൻഡ് ഇതൊരു ഫിസിക്സ് ബേസ്ഡ് ഡ്രൈവിംഗ് ആണ്. ഈ ഒരു ഗെയിമിൽ നമ്മൾ ഫ്യുവലും മാനേജ് ചെയ്യണം ആൻഡ് ഇതിലെ കുറച്ച് ഫണ്ണി ക്രാഷസ് ഒക്കെ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കും. സിമ്പിൾ ഗ്രാഫിക്സ് ആണ്, ബട്ട് സൂപ്പർ ഫൺ ഗെയിം ആയിരുന്നു ഹിൽ ക്ലൈംബ് റേസിംഗ്. ഗെയിം നമ്പർ 7, കാൻഡി ക്രഷ് സാഗ. പസിൽ ലവേഴ്സിൻ്റെ ഫേവറേറ്റ് കാൻഡി ക്രഷ് സാഗ. മാച്ച് 3 ഗെയിം പ്ലേ ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ലെവൽസ്. ആൻറ്റീസ് മുതൽ സ്റ്റുഡൻസ് വരെ എല്ലാവരും കളിക്കുന്ന ഗെയിം. ഇപ്പോഴും ചില അമ്മമാരുടെ ഫോൺ എടുത്ത് നോക്കിയാൽ അതിൽ ഈ ഒരു ഗെയിം കാണാൻ സാധിക്കും. ഈവൻ 2026 പോലും പ്രതിദിനം ഒരു ഹ്യൂജ് എമൗണ്ട് റവന്യൂ ആയി ജനറേറ്റ് ചെയ്യുന്ന ഒരു ഗെയിമും കൂടിയാണ് കാൻഡി ക്രഷ് സാഗ. ഗെയിം നമ്പർ 8, പ്ലാന്റ്സ് വേഴ്സസ് സോംബീസ്. സ്ട്രാറ്റജി ലവേഴ്സിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫേവറേറ്റ് ഗെയിമാണ് പ്ലാന്റ്സ് വേഴ്സസ് സോംബീസ്. പ്ലാന്റ്സ് യൂസ് ചെയ്ത് സോംബീസിനെ ഡിഫീറ്റ് ചെയ്യണം. ക്രിയേറ്റീവ് ഗെയിം പ്ലേ ആണ്. ഫൺ പ്ലസ് സ്ട്രാറ്റജി കോംബോ. ഇത് ബോറിംഗ് ആയിരുന്നില്ല, അഡിക്റ്റീവ് ആയിരുന്നു. ഗെയിം നമ്പർ 9, ഡൂഡിൽ ജംപ്. നമ്മൾ കീപാഡ് എറയിലേക്ക് ഒന്ന് ചെറുതായിട്ട് ചവിട്ടുകയാണ്, കാരണം ഓൾഡ് സ്കൂൾ വൈബ് നമുക്ക് കുറച്ചും കൂടെ കിട്ടാൻ. നിങ്ങൾ ഒരു കീപാഡ് ഫോൺ യൂസ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു ഗെയിം നിങ്ങൾ എന്തായാലും കളിച്ചിട്ടുണ്ടാകണം, കാരണം ഇത് അത്ര കിടിലൻ ഗെയിമും ആൻഡ് അത്ര പോപ്പുലറും ആയിരുന്നു കീപാഡ് ഫോൺസിൽ. ഡൂഡിൽ ജമ്പ് ചെയ്ത് സർവൈവ് ചെയ്യണം. സിമ്പിൾ ബട്ട് ചലഞ്ചിങ്. കീപാഡ് ഇറ ഫീൽ തരുന്ന ഗെയിമാണ് ഡൂഡിൽ ജമ്പ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഗെയിം നമ്പർ 10, കട്ട് ദ റോപ്പ്. കട്ട് ദ റോപ്പ്. റോപ്പ് കട്ട് ചെയ്ത് ക്യാൻഡി ഓംനോമിന് കൊടുക്കണം. ബ്രെയിൻ പ്ലസ് ഫൺ കോംബോ. പെർഫെക്റ്റ് ടൈം പാസ് ഗെയിം ആയിരുന്നു കട്ട് ദ റോപ്പ്. സോ ഗൈസ്, ഇവയിൽ ഏത് ഗെയിമാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആൻഡ് ഇപ്പോഴും നിങ്ങളുടെ ഫോണിൽ ഇതിലേതെങ്കിലും ഒരു ഗെയിം ഉണ്ടോ? സോ ഈ 2 ചോദ്യത്തിനും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരിക.